പക്ഷേ ഉടമ്പടിയിൽ നിയോഗം പാസ്സാവണം എന്നായിരുന്നു. പക്ഷേ ഉടമ്പടിയിൽ നിയോഗം എഴുതിക്കൊണ്ടിരിക്കാതെ എൻ്റെ മനസ്സിലൊരു പ്രചോദനം വരികയാണ് 3ാം റാങ്കെന്നും കൂടെ എഴുതാൻ. അപ്പം ഞാൻ എൻ്റെ മാതാവേ, അതിനുള്ള ഒരു യോഗ്യത എനിക്കില്ല, അത് പാസ്സായാൽ തന്നെ വലിയ ഉപകാരം എന്നുള്ള രീതിയിലാണ്. പക്ഷെ ശക്തമായിട്ട് റാങ്ക് 3 എന്ന് എഴുതുന്നുള്ളൊരു തീവ്രമായിട്ടൊരു ഇത് വന്നുകൊണ്ടിരുന്നു. ഞാൻ അവസാനം അത് എഴുതി. അത് കഴിഞ്ഞ് ഈ റിസൾട്ട് വന്ന സമയത്ത് ഞാൻ ഉടമ്പടി തൈലം മൊബൈലിൽ കുരിശ് വരച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി, വീട്ടിലെ കൊന്തയും ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ അവസാനം ഞാൻ മൊബൈൽ തുറക്കണതിന് മുമ്പ് ഞാൻ പറഞ്ഞു, ഏറ്റവും അറ്റം എൻ്റെ തോൽവിയാണ്, എന്നാലും ഞാൻ നാളെ ജപമാല റാലിക്ക് വരും. എത്ര നാണം കെട്ടാലും ജപമാല റാലിക്ക് വരും. കാരണം ഈ MSCയുടെ റിസൾട്ട് അല്ല എൻ്റെ ഭാവി തീരുമാനിക്കാൻ പോകുന്നത്. അവസാനം റിസൾട്ട് തുറന്നു നോക്കിയപ്പോൾ MSC പാസ്സായി. അത് A ഗ്രേഡാണ് എനിക്ക് കിട്ടിയത്. പിറ്റേ ദിവസം ഞാനും അമ്മയും കൂടെ വന്നു ജപമാല റാലിയിൽ നന്ദിപൂർവ്വം പങ്കെടുത്തു. അത് കഴിഞ്ഞ് 2 ദിവസം കൂടെ കഴിഞ്ഞ് തിങ്കളാഴ്ച മറ്റൊരു റിസൾട്ട് വന്നു. MSc ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി MG യൂണിവേഴ്സിറ്റിയിൽ 3ാം റാങ്ക്.